നമസ്കാരം. അറബിക്കടലിൽ MSC എൽസ 3 ലൈബീരിയൻ കപ്പൽ മുങ്ങിയ അപകടത്തിൽ നിർണായക നടപടിക്ക് കസ്റ്റംസ്. കേരള തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കസ്റ്റംസ് പിടിച്ചെടുക്കും. കണ്ടെയ്നറിലെ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതായി കണക്കാക്കി ഇറക്കുമതി ചുങ്കം ചുമത്തും. കപ്പലിന്റെ ഉടമ കമ്പനി ചുങ്കം അടച്ച സാധനം ഏറ്റെടുക്കണം, അല്ലെങ്കിൽ കണ്ടുകെട്ടും. 1962 കസ്റ്റംസ് ആക്ട് സെക്ഷൻ 21 അനുസരിച്ചാണ് നടപടി. കടലിൽ ഒഴുകി കരയ്ക്കടുക്കുന്ന വസ്തുക്കൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതായി കണക്കാക്കി നികുതി ചുമത്തണമെന്നതാണ് നിയമത്തിലെ ഈ വകുപ്പ് പറയുന്നത്. ഇന്നലെ രാത്രി ചേർന്ന കസ്റ്റംസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. കണ്ടെയ്നർ അടിഞ്ഞ സ്ഥലങ്ങളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെത്തി മഹസർ തയ്യാറാക്കി ഏറ്റെടുക്കും. തീരത്ത് കസ്റ്റംസ് മറൈൻ പെട്രോൾ ബോട്ടുകൾ നിരീക്ഷണം ശക്തമാക്കും. ശക്തികുളങ്ങരയിൽ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ ബോട്ടുകൾ ഉപയോഗിച്ച് കെട്ടിവലിച്ച് കൊല്ലം പോർട്ടിലേക്ക് മാറ്റും. അതിനിടെ കൊച്ചി തീരത്തിന് സമീപം അറബിക്കടലിൽ മുങ്ങിത്താണ കപ്പലിൽ നിന്ന് കടലിൽ വീണ കൂടുതൽ കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിഞ്ഞിട്ടുണ്ട്. കൊല്ലത്തെയും ആലപ്പുഴയിലെയും തീരപ്രദേശത്താണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് ആളുകൾ പോകരുതെന്നും തുടരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് ആവർത്തിച്ചിട്ടുണ്ട്. 200 മീറ്റർ അകലത്തിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം. കൊല്ലത്തെ കരുനാഗപ്പള്ളി, ചവറ, ശക്തികുളങ്ങര, നീണ്ടകര തുടങ്ങിയ സ്ഥലങ്ങളിലും ആലപ്പുഴ തറയിൽ കടവ് ഭാഗത്തുമാണ് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത്. കൊല്ലം നീണ്ടകരയിൽ മാത്രം 5 എണ്ണമാണ് തീരത്തടിഞ്ഞത്. മിക്ക കണ്ടെയ്നറുകളും ഒഴിഞ്ഞ നിലയിലെന്നാണ് പ്രാഥമിക നിഗമനം. ആലപ്പുഴയിലെ ആറാട്ടുപുഴ പഞ്ചായത്തിലടക്കം മൈക്കിൽ അനൗൺസ്മെന്റ് നൽകി ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം അപകടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി നൽകിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സൽപ്പേര് കളയാനുള്ള ഗൂഢാലോചനയെന്നുമാണ് ആരോപണം. അപകടത്തിൽപ്പെട്ട കപ്പലിലെ 643 കണ്ടെയ്നറുകളിൽ 73 എണ്ണം ഒഴിഞ്ഞവയാണ്. ഇൻഷുറൻസ് തട്ടിപ്പിനുള്ള ശ്രമമെന്നാണ് പരാതിക്കാരന്റെ ആരോപണം. സാമൂഹ്യ പ്രവർത്തകൻ സാബു സ്റ്റീഫനാണ് പരാതി നൽകിയത്. വിഴിഞ്ഞത്ത് നിന്ന് വന്ന MSC LC 3 കൊച്ചി തീരത്തിന് 38 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയതിന് പിന്നിൽ മാനുഷിക പിഴവോ മോശം കാലാവസ്ഥയോ എന്ന കാര്യത്തിൽ സംശയം ഉയർന്നിട്ടുണ്ട്. കണ്ടെയ്നർ കപ്പലുകളിൽ ചരക്ക് നിറച്ചവയ്ക്കൊപ്പം ശൂന്യമായ കണ്ടെയ്നറുകളും കൊണ്ടുപോകാറുണ്ട്. അതുപോലെ ചില കണ്ടെയ്നറുകൾ മുഴുവൻ നിറച്ചതുണ്ടാവും, ചിലത് പകുതി നിറച്ചതുണ്ടാവും. കപ്പലിന്റെ ഭാരസന്തുലനം നിലനിർത്താനായി ഈ കണ്ടെയ്നറുകൾ പ്രത്യേക രീതിയിലാണ് ക്രമീകരിക്കുക. അതിന് ഭാരക്കൂടുതലുള്ളത് ഏറ്റവും താഴെ വെക്കുക എന്നതാണ് പൊതുവായി സ്വീകരിച്ചു പോരുന്ന രീതി. മുകളിൽ ഭാരം കുറവുള്ളതും വെക്കും. എന്നാൽ മുങ്ങിയ ഈ കപ്പലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലാതെ വച്ചിട്ടുണ്ടോ എന്നത് പരിശോധിച്ചാലേ അറിയാൻ സാധിക്കൂ. കാരണം വിഴിഞ്ഞത്ത് നിന്ന് പോകുന്ന കപ്പലിൽ കൊച്ചിയിൽ ഇറക്കേണ്ടുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവ അടിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എങ്കിൽ മുകളിലുള്ള കണ്ടെയ്നറുകളൊക്കെ നീക്കിയിട്ട് വേണം ഇറക്കാൻ. ഇത് ഒഴിവാക്കാൻ ഭാരക്കൂടുതലുള്ളത് മുകളിൽ ക്രമീകരിക്കാനാണ് ഒരു സാധ്യത. അപ്പോൾ പ്രതികൂല കാലാവസ്ഥയിൽ കപ്പൽ ആടിയുരയുമ്പോൾ ചെരിയാനുള്ള സാധ്യതയ്ക്ക് ഇത് ആക്കം കൂട്ടും. അങ്ങനെയാവും ഒരുപക്ഷെ കപ്പൽ ചരിഞ്ഞത്. മറ്റൊന്ന്, തിരയിൽപ്പെട്ടോ മറ്റോ കപ്പലിന്റെ സ്വാഭാവിക സന്തുലനം നഷ്ടമാകലാണ്. കണ്ടെയ്നർ കപ്പലിന്റെ നീളം, വീതി, തിരമാലയുടെ വരവ്, ദിശ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ചേർന്നാണ് ഇത് തീരുമാനിക്കപ്പെടുന്നത്. കപ്പൽ ഒരു ഭാഗത്തേക്ക് ചരിയുമ്പോൾ ഡെക്കിലുള്ള കണ്ടെയ്നറുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന കയറുകൾ പൊട്ടാനും സാധ്യതയുണ്ട്. ഇതോടെ മുകളിലുള്ള കണ്ടെയ്നറുകൾ തെറിച്ചു പോകും. അപ്പോൾ ആ ഭാഗത്തെ ഭാരം കുറയുകയും ഭാരമുള്ള വശത്തേക്ക് കപ്പൽ ചരിയുകയും ചെയ്യും. MSC എൽസ 3 മറിഞ്ഞതിന് ഇതും കാരണമാവാം. വേറൊരു സാധ്യതയുള്ളത് വിഴിഞ്ഞെത്തുന്നതിന് മുൻപ് തന്നെ കപ്പലിന്റെ താഴെ ഭാഗത്ത് എവിടെയെങ്കിലും വിള്ളൽ വീണിട്ടുണ്ടാവാം എന്നതാണ്. ഇത് കൊച്ചിയിലെത്തി ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ കൊച്ചിയിലേക്ക് വരുമ്പോഴാകാം പ്രക്ഷുബ്ധമായ കടലിൽ വെച്ച് അപകടമുണ്ടായതെന്നും വിലയിരുത്തപ്പെടുന്നു. അതേസമയം ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തീരത്തടുക്കുന്ന സാഹചര്യത്തിൽ കടൽ വെള്ളത്തിൽ അപകടകരമായ വസ്തുക്കൾ കലർന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധന തുടങ്ങിയിട്ടുണ്ട്. കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വിഭാഗവും മത്സ്യവകുപ്പും ചേർന്ന് സാമ്പിൾ ശേഖരിക്കുകയാണ്. അടുത്ത ഘട്ടമായി മത്സ്യത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കും. എണ്ണപ്പാട പരക്കുന്നതും മലിനീകരണവും തടയാനായി കോസ്റ്റ് ഗാർഡിന്റെ വിക്രം, സക്ഷം, സമർത്ത് കപ്പലുകൾ രംഗത്തുണ്ടെന്ന് പ്രതിരോധ വക്താവ് അറിയിച്ചു. മലിനീകരണം തടയുന്നതിന് വേണ്ടിയാണ് കപ്പലുകൾ രംഗത്തിറക്കിയത്. ഇൻഫ്രാറെഡ് ക്യാമറകൾ ഉപയോഗിച്ചാണ് എണ്ണ പരന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. എണ്ണ പടരാതിരിക്കാൻ ഓയിൽ സ്പിൽ ഡെസ്പറന്റും ഉപയോഗിക്കുന്നുണ്ടെന്നും എക്സിലെ കുറിപ്പിൽ വക്താവ് വ്യക്തമാക്കി. കോസ്റ്റ് ഗാർഡിന്റെ ഡോർണിയർ വിമാനവും വ്യോമ നിരീക്ഷണം നടത്തി എണ്ണ വ്യാപനം നിരീക്ഷിക്കുന്നുണ്ട്. മലിനീകരണ നിയന്ത്രണ കപ്പലായ സമുദ്രപ്രഹരി മുംബൈയിൽ നിന്നും ഉടനെത്തിക്കും. ഇതുകൂടി എത്തുന്നതോടെ എണ്ണ വ്യാപനം കുറച്ചുകൂടി കാര്യക്ഷമമായി നിയന്ത്രിക്കാനാകും. കോസ്റ്റ് ഗാർഡും മറ്റു ഉദ്യോഗസ്ഥരുമായും നിരന്തരം ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വീക്ഷിക്കുന്നുണ്ട്.